CDT ഡയറക്ടറായി ജി ജയരാജനെ നിയമിച്ച സർക്കാർ നടപടിക്ക് തിരിച്ചടി. ഹൈക്കോടതിയാണ് സർക്കാർ ഉത്തരവ് റദ്ദാക്കിയത്. ജയരാജന് വേണ്ടിയാണ് നിയമന യോഗ്യത പരിഷ്കരിച്ചതെന്ന് നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ജയരാജിന് വേണ്ടി നിയമന യോഗ്യത പരിഷ്കരിച്ചു എന്ന് നേരത്തെ ആരോപണം ഉയർന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നാലെയാണ് വിഷയം കോടതി കയറുകയും ചെയ്തത്. ഇപ്പോൾ സർക്കാരിന് കനത്ത തിരിച്ചടി തന്നെ നേരിടേണ്ടി വന്നിട്ടില്ലേ? വിഷ്ണു, ജി ജയരാജൻ, അതായത് CDT ഡയറക്ടറായിട്ട് നിലവിലുള്ള TNCയുടെ ഭർത്താവ് ജി ജയരാജന് വേണ്ടിയിട്ടാണ് ഈ CDT ഡയറക്ടർ നിയമന യോഗ്യതയിൽ സർക്കാർ മാറ്റം വരുത്തിക്കൊണ്ട് ഉത്തരവിറക്കിയത്. 2020 ഒക്ടോബർ 28-നായിരുന്നു ഇത്തരത്തിലൊരു ഉത്തരവ് സർക്കാർ ഇറക്കിയത്. ഈ ഉത്തരവാണ് ഹൈക്കോടതി നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ നിയമനങ്ങളും റദ്ദാക്കപ്പെടുന്നതായിട്ടും ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജി ജയരാജൻ പുറത്താകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ തന്നെ ജയരാജന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ CDTന്റെ ഡയറക്ടർ സ്ഥാനത്തേക്കുള്ള നിയമന യോഗ്യത പരിഷ്കരിച്ചതെന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നിരുന്നു. സാധാരണ ഇത് CDT എന്ന് പറയുന്നത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗവേണിംഗ് ബോഡിയാണ് നിയമന യോഗ്യതകളിലടക്കം പരിഷ്കാരം വരുത്തേണ്ടത്. പക്ഷേ ഇതിൽ സർക്കാർ നേരിട്ട് ഒരു ഏകപക്ഷീയമായിട്ടൊരു നടപടി സ്വീകരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ തന്റെ ഏകപക്ഷീയ നടപടി അത് നിയമവിരുദ്ധമാണെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ 2020 ഒക്ടോബർ 28-ന് ഇറക്കിയിട്ടുള്ള ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നത്. അതോടുകൂടി ജയരാജൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടുകയാണ്. വിഷ്ണു. ശരി, രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്. CDT ഡയറക്ടർ നിയമനത്തിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ തിരിച്ചടി.